ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് കോഴികളെ കുറിച്ചാണ് കുറ്റം പറയാൻ പോകുന്നത്. ഇത് കാടക്കോഴിയല്ല, മുട്ടക്കോഴിയല്ല, ഗിരിരാജൻ കോഴിയല്ല. ഇതാണ് ഫോട്ടോഗ്രാഫർ കോഴി. ഇവരാണെങ്കിൽ പെണ്ണുങ്ങളെ ബാക്കിൽ നടന്നിട്ട് പറയും, എന്നിട്ട് പെണ്ണുങ്ങളെ ബാക്കിൽ കടന്ന് ഒലിപ്പിക്കും. ഇവന്മാർക്ക് എന്നിട്ട് ഒരു സ്റ്റൈല് പേരും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. വേറൊരു പ്രത്യേകതയുണ്ട്, ഇവന്മാർ സ്ട്രീറ്റിൽ പെണ്ണുങ്ങളെ മാത്രമേ കാണുള്ളൂ. അത് അടുത്ത ന്യായം. ഫീമെയിൽ ഫോട്ടോഗ്രാഫർ എന്ന് ഇടാ നിന്റെ പേര്. ഇവന്മാർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, പക്ഷെ ഇവന്മാർ ആണുങ്ങളെ കാണൂല. ആണുങ്ങളെ കണ്ടാൽ തന്നെ അവന്മാരെ ഫോട്ടോ ഇവർ എടുക്കൂല. ബിക്കോസ് ഇവന്മാർക്ക് ഗേൾസിന്റെ ബാക്കിൽ കടന്ന് ഒലിപ്പിക്കണം. കോഴിത്തരത്തിന് വേറൊരു അടിപൊളി പേരുണ്ട്, ഫ്ലേർട്ടിങ്. അതിലും വേറൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് കാണാൻ കൊള്ളുന്ന ഒരുത്തം കോഴിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലേർട്ടിങ്, പക്ഷെ കാണാൻ കൊള്ളാത്തൊരുത്തം കോഴിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് കോഴിത്തരം. അതാണ് ചില ഗേൾസിന്റെ പോളിസി. എന്നാൽ സ്ട്രീറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവന്മാർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, പക്ഷെ ഇവന്മാർ സ്ട്രീറ്റിൽ ഗേൾസിനെ മാത്രമേ ഫോട്ടോ എടുക്കൂ. എന്നാൽ ഈ സ്ട്രീറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. വേറൊരു കൂട്ടം കോഴികളാണ്. ഈ കോഴികളാണ് പ്രാങ്കോളി കോഴികൾ. ഇവന്മാർ ഡയറക്റ്റ് ആയിട്ട് ഗേൾസിന്റെ ബാക്കിൽ നിന്ന് കോഴിത്തരം കാണിക്കും. ഗേൾസിന് ഓടി പോയി മുട്ടായി കൊടുക്കും. നല്ല നല്ല ഗേൾസിനെ കണ്ടു കഴിഞ്ഞാൽ ടെഡ്ഡി ബിയർ കയ്യിൽ കൊണ്ട് കൊടുക്കും. ഹലോ, തിരക്കിലാണോ? ഒട്ടും തിരക്കില്ല. പോകുന്ന പോക്ക് കണ്ടിട്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇത് എന്തൊരു ഞരമ്പടാ. ആ ചേച്ചി ആൾറെഡി ഇവൻ ഇഗ്നോർ ചെയ്ത് വിട്ടില്ലേ, എന്നിട്ട് ഇവൻ എന്തൊരു ഞരമ്പടാ. ഏതെങ്കിലും പെണ്ണുങ്ങളെ ബാക്കിൽ നടന്ന് കോഴിത്തരം കാണിച്ച് വാണത്തരം പറഞ്ഞ് അതിന്റെ ബാക്കിൽ ഒരു മാസ് ബീജം. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. അല്ല, ഞാൻ തുടങ്ങിയിട്ടാണ്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് വിടാനും വേറെ കുറെ വാണങ്ങൾ. ഈ പെണ്ണെല്ലാം സ്റ്റോക്കിങ്ങിനോട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ എല്ലാം ജയിലിൽ കിടക്കും. തൊലിക്കട്ടി. ഇങ്ങനെ വാണത്തരം കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് തൊലിക്കട്ടിയാണ്. ഇവൻ മാസ്ക് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അടി കിട്ടി കഴിഞ്ഞാൽ നാണം കെടില്ലല്ലോ, അതിനു വേണ്ടിയാണ് ഇവൻ മാസ്ക് വെച്ചത്. ഇവനാണെങ്കിൽ കോഴിത്തരം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവന്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടത്. ഇതിന്റെ അകത്ത് ഗേൾസിന്റെ വീഡിയോസ് അല്ലാണ്ട് വേറെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഗേൾസിന് മുട്ടായി കൊടുക്കുന്ന വീഡിയോ, ഗേൾസിന്റെ ബാക്കിൽ നടന്ന കോഴിത്തരം കാണിക്കുന്ന വീഡിയോ, ഗേൾസിന് ടെഡ്ഡി ബിയർ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവന്റെ അക്കൗണ്ടിൽ കാണാൻ പറ്റുന്ന വീഡിയോസ്. എന്നിട്ട് ഈ കോഴിത്തരത്തിന് നല്ലൊരു സ്റ്റൈല് പേരും ഉണ്ട്, ഫ്ലേർട്ടിങ്. പണ്ടെല്ലാം സ്കൂളിലും കോളേജിലും ബസ് സ്റ്റാൻഡിലും ആണ് ഇങ്ങനത്തെ കോഴികളെ കണ്ടുവരുന്നത്. ഇപ്പൊ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അണ്ണന്റെ മെയിൻ കലാവിരുദ്ധുകളാണ്. 5 റുപ്യേന്റെ മുട്ടായും കൊണ്ട് 5 മില്യൺ വ്യൂസ്. 5 മില്യൺ കിട്ടിയനോന്ന് അറിയില്ല, ഞാൻ വെറുതെ കൈവന്നിട്ടാണ്. ആ പെണ്ണിന് മുട്ടായി പോപ്പ് ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് ആ പെണ്ണിന്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുക്കുന്നത്. ചുമരിന് പടായി ആ മാല നിന്റെ കഴുത്തിന് വരാണ്ട് ശ്രദ്ധിച്ചോ. ആ പെണ്ണിന് ആങ്ങളമാരോ ഏട്ടന്മാരോ ഒന്നും ഇല്ലാന്ന് നീ ഉറപ്പ് വരുത്തിക്കോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ്. അതുപോലെ ഇപ്പൊ കോഴിത്തരങ്ങളും ഓൺലൈൻ വഴിയായി. കുറെ വാണങ്ങൾ ഒമേകളിൽ പോയി കോഴിത്തരം കാണിക്കുന്നത്, കുറെ ഇതാ വലിയ തൊലിക്കട്ടിയും കൊണ്ട് നടു റോട്ടിൽ നിന്ന് കോഴിത്തരം കാണിക്കുന്നു. എന്നിട്ട് അതെടുത്ത് ഇൻസ്റ്റാഗ്രാമത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ കുറെ കോഴികൾ. ആ കോഴികളാണെങ്കിൽ ഇവന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കൊടുത്ത് റീച്ച് ആക്കി വെച്ചിരിക്കുന്നത്. മച്ചാൻ എന്തിനാ മാസ്ക് ഇടുന്നത്? അടി കിട്ടി കഴിഞ്ഞാൽ ഓടിയാ പോരെ, എന്നാലും നാട്ടുകാർ മുഖം കാണൂലല്ലോ. എന്നിട്ട് ഇങ്ങനെ കോഴിത്തരം കാണിച്ച് ഇവനും അങ്ങനെ ലാസ്റ്റ് കിട്ടി ഇന്റർവ്യൂ. ഇനി ഇവർ എന്നെ മാത്രമേ ഇന്റർവ്യൂ എടുക്കാൻ ബാക്കിയില്ലൂ. ഇവന്മാരാണെങ്കിൽ അങ്ങനെ കുറെ വാണങ്ങൾ. ആരാന്നോ വാണത്തരം കാണിക്കുന്നത് അവർക്ക് വേണ്ടി ഇവർ ഇന്റർവ്യൂ എടുക്കും. അതങ്ങനെ ഒരു വാണമടി മീഡിയ. ഇന്റർവ്യൂവിൽ ഇവനോട് എന്താന്ന് ചോദിക്കാനില്ലത്, എത്ര പെണ്ണുങ്ങളെയും നടി കിട്ടി, എത്ര പെണ്ണുങ്ങളെയും തൊഴി കിട്ടി, എത്ര പെണ്ണുങ്ങൾ ആങ്ങളമാരെയും നടി കിട്ടി. മേ ബി അതല്ലായിരിക്കും ഇവനോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഗ്രാഫർ വാണങ്ങളെ പരിചയപ്പെടാം. ആ പറഞ്ഞാൽ ശരിയല്ല. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സ്ട്രീറ്റിലെ സാധനങ്ങൾ ഫോട്ടോ എടുക്കും. അല്ലാണ്ട് നിനക്ക് നിന്റെ കണ്ണിൽ പെണ്ണുങ്ങളെ മാത്രമാണ് എനിക്ക് കാണുന്നത്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ്, പക്ഷെ ഇവന് പെണ്ണുങ്ങളെ മാത്രമേ കാണൂ. ഇതാകുമ്പോ പിന്നെ കോഴിത്തരം കാണിക്കുമ്പോൾ വലിയ റിസ്ക് ഇല്ല. ഐ എം എ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ, ക്യാൻ ഐ ടേക്ക് യു പിക്ചർ, ഇങ്ങനെ ചോദിച്ചാൽ മതി. ഇതിലിപ്പോ വലിയ തൊലിക്കട്ടിയൊന്നും കാണുന്നില്ല. ഇതിലാകുമ്പോൾ അടികിട്ടേണ്ട ചാൻസ് റിസ്ക്കും കുറവാണ്. ഇവർ ഗേൾസിനെ സെലക്ട് ചെയ്യുന്നത് ലുക്ക് വെച്ച് മാത്രമാണ്. കാണാൻ കുറച്ച് ലുക്കിലെ ഗേൾസിനെ മാത്രമാണ് ഇവന്മാര് സെലക്ട് ചെയ്യുന്നത്. മച്ചാനെ നിനക്കോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നല്ലല്ലോ, ഫോട്ടോ എടുക്കാൻ പോലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലുക്ക് മാറ്റർ ആക്കുന്നത്? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര വലിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണം പിടിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര വലിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ.